ചില ഭൗതിക പ്രതിഭാസങ്ങൾ അഥവാ ഫിസിക്കൽ ഫിനോമിനകൾ ഒരു ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്തവയായിരുന്നു. ഇത്തരം ഭൗതിക പ്രതിഭാസങ്ങളെ വിശദീകരിക്കുന്നതിനു വേണ്ടി 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മാക്സ് കാൾ ഏൺസ്റ്റ് ലഡ്വിഗ് പ്ലാങ്ക് എന്ന ജർമ്മൻ ഭൗതികശാസ്ത്രജ്ഞൻ ആവിഷ്കരിച്ച സിദ്ധാന്തമാണ് ക്വാണ്ടം തിയറി. അദ്ദേഹം കറുത്ത വസ്തുക്കളുടെ വികിരണത്തെക്കുറിച്ച് ഗവേഷണം നടത്തി. കറുത്ത വസ്തുക്കളുടെ വികിരണം ആ വസ്തുവിൻ്റെ താപനിലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്ലാക്ക് ബോഡി എന്ന പദം ആദ്യമായി കൊണ്ടുവന്നത് 1860-ൽ ഗുസ്താവ് കിർച്ചോഫാണ്. കോമ്പൗണ്ട് ഒബ്ജക്റ്റീവായി ഈ പദം എഴുതിയിരുന്നത് ഹൈഫൺ ഉപയോഗിച്ചായിരുന്നു. ഉദാഹരണത്തിന് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. എന്നാൽ ചിലപ്പോഴൊക്കെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് ഒറ്റപ്പദമായും ബ്ലാക്ക് ബോഡി റേഡിയേഷനെ കംപ്ലീറ്റ് റേഡിയേഷൻ, ടെമ്പറേച്ചർ റേഡിയേഷൻ, തെർമൽ റേഡിയേഷൻ എന്നിങ്ങനെ വിളിക്കാറുമുണ്ട്. കറുത്ത വസ്തു ഏറ്റവും കൂടുതൽ വികിരണം നടത്തുന്നത് നിശ്ചിത തരംഗദൈർഘ്യത്തിലായിരിക്കും. തരംഗദൈർഘ്യം അതിലും കൂടുതലോ കുറവോ ഉള്ള വികിരണങ്ങളുടെ തീവ്രത താരതമ്യേന കുറവായിരിക്കും. വസ്തുവിൻ്റെ താപനില കൂട്ടിയാൽ ഏറ്റവും കൂടുതൽ വികിരണ തീവ്രതയുണ്ടാവുക കുറച്ചുകൂടി കുറഞ്ഞ തരംഗദൈർഘ്യത്തിലാവും. അപ്പോഴും അതിലും കൂടിയതും കുറഞ്ഞതുമായ തരംഗദൈർഘ്യങ്ങളുടെ തീവ്രത കുറഞ്ഞു തന്നെയിരിക്കും. വികിരണത്തിൻ്റെ ഈ പ്രത്യേകതകളെ ഒരു തെർമോമീറ്ററിൻ്റെ സഹായത്തോടെ വിശദീകരിക്കാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയായിരുന്നു. ഇതിനൊരു പരിഹാരമായിരുന്നു മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി. അദ്ദേഹം ഒരു വികിരണ സ്പെക്ട്രത്തെ പഠനവിധേയമാക്കുകയും അതിനെ ലളിതമായ ഒരു ഇക്വേഷനിലൂടെ ഒരു സ്ഥിരാങ്കത്തെ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്തു. അതായിരുന്നു പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അതായത് ഊർജ്ജം ഉത്സർജിക്കപ്പെടുന്നത് ഭാരരഹിത കണങ്ങൾ അഥവാ ഊർജ്ജപതികൾ ആയിട്ടാണ് എന്നതായിരുന്നു. ഈ കണങ്ങൾ അവിഭാജ്യമാണ്. പ്ലാങ്ക് അതിന് ക്വാണ്ടം, ലാറ്റിൻ ഭാഷയിൽ എത്ര എന്നർത്ഥം വരുന്ന പേര് നൽകി. ക്വാണ്ടം ഏത് ഇലക്ട്രോമാഗ്നറ്റിക് തരംഗത്തിൻ്റെ ഭാഗമാണോ ആ തരംഗത്തിൻ്റെ ആവൃത്തിക്ക് അല്ലെങ്കിൽ ഫ്രീക്വൻസിക്ക് ആനുപാതികമായിരിക്കും ഊർജം എന്ന് പ്ലാങ്ക് പ്രഖ്യാപിച്ചു. ഇത് അദ്ദേഹത്തെ 1918-ൽ ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹനാക്കി. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം, താഴ്ന്ന താപനിലയിൽ ഖരവസ്തുക്കളുടെ വിശിഷ്ട താപത്തിനുണ്ടാകുന്ന വിചരണം എന്നിവ വിശദീകരിക്കുന്നതിന് ആൽബർട്ട് ഐൻസ്റ്റീൻ ക്വാണ്ടം സിദ്ധാന്തം വിജയകരമായി പ്രയോഗിച്ചു. ഇതോടെ ഈ സിദ്ധാന്തത്തിന് ചിരപ്രതിഷ്ഠ നേടാൻ കഴിഞ്ഞു. ക്ലാസിക്കൽ ഭൗതികം പൂർണ്ണമായും പരാജയപ്പെട്ട രംഗങ്ങളായിരുന്നു ഇവ രണ്ടും. തുടർന്ന് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഘടനയും സ്പെക്ട്രകളുടെ ഉത്ഭവവും വ്യക്തമാക്കുന്നതിനു വേണ്ടി നീൽസ് ബോർ അണുമാതൃക അവതരിപ്പിച്ചു. ഇതെല്ലാം ക്വാണ്ടം സിദ്ധാന്തത്തിൻ്റെ സങ്കല്പനത്തിൽ അധിഷ്ഠിതമായിരുന്നു. മാക്സ് പ്ലാങ്ക് രൂപപ്പെടുത്തിയ ക്വാണ്ടം തിയറി മോഡേൺ ഫിസിക്സിനെ കാര്യമായി തന്നെ സ്വാധീനിച്ചു. അത് ക്വാണ്ടം മെക്കാനിക്സ് എന്ന പുതിയ ശാസ്ത്രശാഖയ്ക്ക് വഴിയൊരുക്കി.